ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ രാവിലത്തെ ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് ഇവിടുന്ന് നേരെ മൂന്നാർ പോവുകയാണ്. മൂന്നാർ എന്ന് പറയുമ്പോൾ പ്രോപ്പർ മൂന്നാറല്ല, നല്ല ഉള്ളിലോട്ടുള്ള ഒരു റിസോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 350 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ കോഴിക്കോട് നിന്ന്. എങ്ങനെ പോയാലും അന്നത്തെ കണക്ക് തന്നെ രാത്രിയാവും നമ്മൾ ഡ്രൈവ് ചെയ്തെത്താൻ വേണ്ടി. രാവിലെ ആകുമ്പോട്ടെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കുളിച്ചില്ലെന്നല്ലേ പറയൂ, ഷാമ്പൂ ഒക്കെ ഇട്ടോ, ബേബി ഷാമ്പൂ. കാർ എടുക്കാതിരിക്കുന്നതിനായി ഉറങ്ങുന്നത്. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക. കാർ എടുത്താ ഇപ്പൊ ഉറങ്ങും. സോ ലെറ്റ്സ് ഗോ, പോവാം. നമ്മളെ വണ്ടിയിൽ ചാർജ് 66% ഉണ്ട്. നമുക്ക് എന്തായാലും 317 കിലോമീറ്റർ ഓടും. നമുക്ക് ഇടയ്ക്ക് കുത്തിയിടാം ഫുഡ് കഴിക്കാൻ കയറുമ്പോഴോ, അല്ലെങ്കിൽ ക്യാമറ കാണിക്കുന്നതിന് ക്യാമറ കാണിക്കുമ്പോ അവൻ ചാട കാണിക്കുന്നേ, ക്യാമറ കൊണ്ടുപോകും. ഞാൻ ചെയ്യാം. അവനെ എടുക്കുന്നതിനാണ് അറിയാം. പോസ് ഇടുക. എന്തൊരു വെയിലില്ലേ, ഭയങ്കര ചൂട് വെയിൽ കേട്ടോ. ഇങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല. കൂളിംഗ് ഗ്ലാസ് ഇട്ടു നല്ല വെച്ച് നോക്ക്. ഇങ്ങനെയുള്ള വെട്ടത്ത് കൂളിംഗ് ഗ്ലാസ് ഇടുമ്പോൾ നമ്മളെ കണ്ണിന്റെ ഒരു സ്ട്രെസ് കുറയും. ഇത്രയും സ്ട്രെയിൻ എടുക്കണ്ട. നോക്ക്, നേരെ നോക്കിനി കണ്ണ് തുറക്കാൻ പറ്റുന്നു. അടിപൊളി കേട്ടാ. ഇല്ല, ഏട്ടനാ ഡ്രൈവ് ചെയ്യുന്ന. ഏട്ടൻ ഐ പ്രൊട്ടക്ഷൻ അല്ലാതെ ഞാൻ ഫാഷൻ ഒന്നും വെക്കുമല്ലേ. നല്ല കേരള തനിമയുള്ള ടോളാട്ടാ. പൈസ തുടങ്ങിയില്ല, പണിയുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല റോഡാ. അവർ വാങ്ങിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ലല്ലേ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഒരുമാതിരി തറവാട് പണ്ടത്തെ അങ്ങനൊക്കെ ഒരു സെറ്റപ്പിൽ വെച്ച് ചെയ്തേക്കുന്നു. അവിടെ ഉണ്ട്. ഉറക്കത്തിന് ശേഷം അമ്പൂട്ടൻ ഉണർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി കുറച്ചൊക്കെ ക്യാമറ. എന്റെ പേര് നല്ല സുഖമായി ഉറങ്ങി. നീ ഉറങ്ങി. ഇവിടെ ട്രിപ്പിൽ എന്താ മുതൽ ഉറങ്ങാത്ത? നീ ഒറ്റയ്ക്കുള്ളൂ. നമുക്ക് അമ്പൂന് പഴം വല്ലതും. അമ്പൂന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ആരാ? നീ എന്റെ പാൽ ഊട്ടി ഊട്ടി കുടിച്ചപ്പോ എനിക്ക് വേണ്ട പഴം. അമ്പൂനും അമ്മയ്ക്കും. അച്ഛനും വേണ്ട. എന്തെങ്കിലും കൊണ്ടുപോയി തന്നാൽ ക്യാമറ പിടിക്കണം, ഫോൺ കൈ വേണം, വ്ലോഗ് എടുക്കാൻ കൈ വേണം. നിർബന്ധങ്ങളൊക്കെ ഇപ്പൊ സാധിച്ചില്ലേ? മിസ് ചെയ്തേനല്ലേ ആ പണ്ട റോഡിൽ കൂടെ പോയിരുന്നെങ്കിൽ. ഇത് നമ്മള് കോഴിക്കോട് നിന്നൊക്കെ എന്തോ ഒരു സാധനം, ആ വണ്ടിയിൽ നിന്ന് എന്തോ ഒരു മെറ്റലിന്റെ ഒരു സാധനം വന്ന് റോഡിൽ വീണു. നമ്മള് ഇവിടെ ഉണ്ടല്ലോ, നമ്മള് കോഴിക്കോട് നിന്ന് നമ്മള് എറണാകുളത്തോട്ട് വരുമ്പം ഇടയ്ക്ക് വെച്ച് നമ്മളെ കട്ട് റോഡ് കാണിച്ച് വിടും. പക്ഷെ നമ്മളാ പോകരുത് ആ റോഡ് വഴി. നമ്മള് നേരെ ഹൈവേ തന്നെ വരണം. കുറച്ച് ഒരു 3-4 കിലോമീറ്റർ മാറത്തുള്ളൂ. നമ്മൾ അതിന് മണിക്കൂറോളം ഈ റോഡിൽ കൂടെ പോകണം. അവിടെയല്ലത് ഈ റോഡിൽ കൂടെ പോകുന്നത്. സൈഡിൽ കൂടെ പൊക്കൂടെ, നടുക്കൂടെ പോയിട്ട് മനുഷ്യന് സൈഡും തരത്തില്ല. ഞാൻ എങ്ങനെ വണ്ടി ഓട്ടിക്കും നിങ്ങളുടെ ഒക്കെ ഇടയില്? വീഡിയോ എടുത്ത ആ ചേട്ടൻ കണ്ടു. അവിടെ ഒന്നും പറയത്തുമില്ല എന്ന ക്യാമറ കാണാൻ വേണം. അവന് ഈ ക്യാമറയുടെ 3 കണ്ണ് അത് കാണുമ്പോഴേ അവൻ അത് പിടിക്കണം, അത് കടിക്കണം. ഉറയും കൂടെ ഉറക്കക്ഷീണം പോയില്ല. മൊത്തം 2 എണ്ണത്തിന് മുങ്ങി, മൊത്തം ഗ്രേപ്പ് 2 എണ്ണത്തിന്റെ. നേരത്തെ ഇങ്ങനെയില്ല, ഞാൻ കുടിച്ചോണ്ടിരിക്കുന്ന തട്ടിപ്പറിച്ചോണ്ട് വായിക്കൊണ്ട് വെച്ചു. നല്ലൊരു മന്തി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. വിശന്ന് വലഞ്ഞു പോയി കേട്ടോ. 2 മണിയായി. ഈ സത്യം നമ്മള് ഹൈവേ മറ്റേ വഴി ആണെങ്കിൽ പോവായിരുന്നു. നമുക്ക് തൃശ്ശൂര് അല്ലാത്ത റോഡ് ടച്ച് ചെയ്യാം. നമ്മള് നേരെ ഹൈവേ വെച്ച് പിടിച്ച് ദൂരമാണല്ലോ. പക്ഷെ ഹൈവേ സൈഡിൽ ഒന്നും ഹോട്ടലില്ല. അത് പെട്ടുപോയി. നമ്മള് കേറിയ നല്ലൊരു ഇടമായിരുന്നു. പക്ഷെ കാണാൻ ലുക്കില്ല ഹോട്ടല്. ഒരു പഴയ ഹോട്ടലാ, പക്ഷെ നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു. വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അതെ, നല്ല ആഹാരമായിരുന്നു. അങ്ങനെ ഒരു നിർത്താതെ നോൺ സ്റ്റോപ്പ് ഡ്രൈവ് ആയിരുന്നു. മൃദുലയും അമ്പൂട്ടനും നല്ല ഉറക്കമാണ്. ഇവിടെ പമ്പിനടുത്ത് തന്നെ വയലിൽ വെള്ളം കയറി കിടക്കുന്നു. അടുത്ത അടിപൊളി ഒരു പമ്പ് കേട്ടോ, സൂപ്പർ. അയ്യോ വിരിഞ്ഞ് കഴിച്ച് ഇനിയുണ്ട് 170 കിലോമീറ്റർ നമ്മുടെ മൂന്നാറിലേക്ക്. മൂന്നാറല്ല ആക്ച്വലി, ഇത് വേറെ റൂട്ടാണ്. ഉടുമ്പൻചോല ഉണ്ടല്ലോ, ഉടുമ്പൻചോല അതിനടുത്തായിട്ടൊക്കെ വരും ഈ സ്ഥലം.
ഉടുമ്പുചുരം എന്നുള്ള സ്ഥലമാണ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആയത്, അതേ അറിയും. മൃദുലതേനീറ്റ് അമ്പൂട്ട നല്ല ഉറക്കം കേട്ടോ. നമ്മൾ ചാലക്കുടി റൂട്ടിലാണ് സുഹൃത്തുക്കളെ. ആ വീട് നോക്ക്, എന്താ അടിപൊളി വീടാ. അപ്പുറം അപ്പുറം ഫുള്ള് കായലും വയലും, ചെറിയ കായലും. അടിപൊളി അടിപൊളി വീടല്ലേ. വീടാ ഹോട്ടലാടിയത്, ഹോട്ടലാണോ കഴിച്ച് വീടാണെന്ന് തോന്നുന്നു. വീടാത് അടിപൊളി വീട് കേട്ടോ. അമ്പൂട്ടൻ ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു 3 മണിക്കൂറായി കാണും, കുറഞ്ഞതൊരു 3 മണിക്കൂറായി കാണും. അവ കാറിലാണെങ്കിലാണ് അവന് ഒരു ക്ഷീണം ഇല്ലാത്തത്. അതല്ല, ഞാൻ അടുത്തുണ്ട്, എപ്പോഴും എന്റെ കയ്യിലിരിക്കാം. കാറിലാണെങ്കിൽ എത്ര നേരം വേണേലും ഉറങ്ങിക്കോളും. ഇടയ്ക്ക് നമ്മൾ വണ്ടി ഒന്ന് ചാർജ് ചെയ്ത് ഞാനൊന്നും മയങ്ങിയില്ല, കിടന്നേ ഉള്ളൂ, ഉറക്കം വന്നില്ല. ഭയങ്കര വെയിലായിരുന്നു അവിടെ. ഒന്നാമത്തെ കാര്യം ചൂടുണ്ട്, ഗ്ലാസ് ഭയങ്കര വെയിൽ, AC ഇട്ടാല് ആ ഒരു ഭാഗത്ത് അടിക്കുമായിരുന്നു. നമ്മളത് കോഫി കുടിക്കാൻ വേണ്ടി കോസ്റ്റാ കോഫി കയറി. നല്ല ഉറക്കം. ഞാൻ ക്യാപ്പിച്ചിനോ പറഞ്ഞു, മൃദുല നീ പറഞ്ഞേ ഹോട്ട് സ്പാനിഷ് ലാറ്റെ. ഈ ഇത് ക്യാപ്പിച്ചിനോ ഭയങ്കര കയ്പാ, പക്ഷെ എന്നാലും കുഴപ്പമില്ല കഴിക്കാൻ. സോസ് ചട്ടമ്പി എന്താ മസാജ് ചെയ്യുമ്പോ അടങ്ങി കിടക്കുന്നുണ്ടാ, ദൃഷ്ടി ദുളന്തനായി കിടക്കുന്നുണ്ടോ? ആ ചൊറിയണ്ട, അവന് വല്ലാത്ത ശീലമാണല്ലേ. വേണേ ഉറങ്ങണ, പിന്നെ നിനക്ക് ചൊറിഞ്ഞ ഇവിടെ എനിക്ക് ചൊറിഞ്ഞ ആരുമില്ല. Wow, beautiful. ഇവിടെ കോഫി ഭയങ്കര വില. ഞാൻ കേറിയപ്പോ ഞാൻ വിചാരിച്ചു ഒരു 60 രൂപ 70 രൂപയൊക്കെ ആവത്തോളായിരിക്കും. എന്തായാലും കേറി. ഏട്ടന് കാപ്പച്ചിന് 210. പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ, അപ്പൊ ഞാൻ ഒരു ലെമൺ കേക്ക് പറഞ്ഞേ 190. ചായ കുടി 600 രൂപ പോയി. നല്ല കടയിൽ നിർത്തിയ 100 രൂപയ്ക്ക് ഒതുക്കേണ്ട കാര്യം. 100 രൂപ വേണ്ടായിരുന്നു, ഒരു 50 ഒരു തീരായിരുന്നു. ചായയും 2-3 കടിയെടുത്ത നമ്മളങ്ങ് അച്ഛനെ ഊട്ടി. ഈ മിഷീന് തന്നെ ആവുമായിരിക്കും കൈസ് 3-4 ലക്ഷം രൂപ. 4 ആയിരിക്കൂലേ ഉണ്ടാക്കുന്നുണ്ടോ? സെറ്റായിട്ടോ ഉണ്ടാക്കുന്നത് കുറേ സൂക്ഷിച്ചും. ഈ മിഷൻ എത്ര കോസ്റ്റ് വരുമായിരിക്കും ബ്രോ? ഈ മിഷൻ എത്ര കോസ്റ്റ് വരുമായിരിക്കും ഈ സാധനത്തിന്? 7 ലക്ഷമോ? 7. അപ്പൊ 7 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ 200 രൂപയ്ക്ക് കാപ്പി പിടിച്ച കുഴപ്പമില്ല. 7 ലക്ഷം രൂപയാവും കേട്ടോ ഗൈസ് ആ ഒരു മെഷീന്റെ വില. ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രൈസ്. ഈ കോഫി പൗഡർ മിൽക്കും എല്ലാം അതിൽ തന്നെയാണോ വരുന്നത്? കോഫി പൗഡർ വീഴും. ഓക്കെ ഓക്കെ. ഈ ഇന്ത്യൻ ബ്രാൻഡ് അല്ലല്ലോ ഈ മെഷീൻ, UK ആ? നിങ്ങൾ ഈ കോസ്റ്റ ബ്രാൻഡ് എല്ലായിടത്തും ഈ മെഷീൻ ആയിരിക്കുമല്ലേ യൂസ് ചെയ്യുന്നത്? എല്ലായിടത്തും. അതിൽ നിന്ന് നമ്മൾ പാല് അതിനകത്തോട്ട് ഒഴിച്ചു. എനിക്ക് ഇലയൊക്കെ വരയ്ക്കണം. എൻ്റെ സാധനം റെഡി ആയിട്ടുണ്ട്. ആഹാ, ഒന്നും വേണ്ട, മധുരം ഒന്നും വേണ്ട. അല്ല, മധുരം ഇല്ലാതെ കുടിക്കുന്ന ഒരു സുഖം കോഫിയുടെ. കുപ്പിളിച്ച അതിൻ്റെ ഒരു ടേസ്റ്റ്. കോഫി ഭയങ്കര ടേസ്റ്റാണ്. ലെമൺ കേക്ക് எப்படி இருக்கு? കൊള്ളാം. അതും കൊള്ളാം. രണ്ടും ഒരേ സെയിം ടേസ്റ്റ് ആണല്ലോ. പക്ഷേ എനിക്ക് രണ്ടും ഇത് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഹെവി ഇതാ, ഹാർഡാ. ഇത് കുറച്ചും കൂടി സ്മൂത്താ. അത് തോനെയുണ്ട്. ശരിയാ. ഇത് പറഞ്ഞു 7 ലക്ഷം രൂപയുടെ കോഫി മെഷീൻ.
എല്ലാവരും കയറുന്ന പക്ഷേ ഒരു ടൈം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ മറ്റേ സ്റ്റാർബക്സ് പോലെ ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യാം. രാത്രി 10 മണിക്ക് നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നല്ലേ കൂടെ വന്നേ. ഫോണിൽ കൂടെ അത്ര കാണുന്നില്ല. പക്ഷെ റോഡ് പക്ഷേ കേട്ടോ നമ്മള് റോഡ് ഇൻഡിക്കേറ്റർ ഇട്ടേക്കോ, കാരണം നല്ല കോടയുണ്ട്. അത് ഫോണിൽ കൂടെ കാണാത്തതാ. ഓറഞ്ച് ലൈറ്റ് അല്ല, വെള്ള ലൈറ്റ് ആടി, അതുകൊണ്ടാണ് വെട്ടം ഭയങ്കര കുറവാണ്. 3:45 കാണിക്കുന്നത്. 12 മണി. നമ്മള് കഴിച്ചു, ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു. അമ്പൂട്ട് നല്ല ഉറക്കമായി. തോളി കിടന്ന് നല്ല ഉടക്കം. ഈ പാവം ഭയങ്കര ഇഷ്ടമാണോ. നമ്മളൊരു താത്താന് ഗിഫ്റ്റ് കൊടുത്തതാ. എനിക്ക് ഇവരാരും ഇല്ലായിരുന്നു, ഞാൻ മാത്രം ഒന്ന് പോയപ്പോ ഓടിക്കൊണ്ടുവന്ന് തന്നേലേ. പക്ഷെ അവന് എല്ലാ കളിപ്പാട്ടങ്ങളോടും അങ്ങനെ പ്രിയം ഇല്ലാത്തതാണ്. പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എപ്പോഴും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. കെട്ടിപ്പിടിക്കും, അത് കാണുമ്പോ കൊതി. താങ്ക് യു തന്ന താത്ത, താങ്ക് യു. കെട്ടിപ്പിടിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെപ്പോഴും കൂടെ കൊണ്ടുപോകും കേട്ടോ. ഞാൻ അത് വെച്ച് കളിപ്പിക്കുമ്പോൾ ഭയങ്കര ചിരിയോ. ആ ഒരു കളിപ്പാടത്തിന് ഇങ്ങനെ സ്നേഹിക്കതേ കണ്ടിട്ടില്ല ആദ്യമായിട്ടാ. ഗായ്സ്, സമയം ഇപ്പോൾ 12 മണിയായി സുഹൃത്തുക്കളെ. അയ്യോ, ലോങ് ഡ്രൈവ്. നമ്മളിപ്പോൾ എവിടെയെന്ന് അറിയാമോ? നമ്മളിപ്പോൾ ഉടുമ്പൻചോല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ പൊന്ന് ഗൈസ്, ഹെയർ പിൻ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ സൈഡ് വരുന്നത്. എൻ്റെ ഇങ്ങനെ നടക്കുന്ന തേരി സെറ്റ് ഡ്രൈവായിരുന്നു രാത്രി. നമ്മളൊരു അട്ടിപ്പൊളി ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക കേട്ടോ. നമുക്ക് വഴി കണ്ടപ്പം റോഡിലൂടെ പോയപ്പം കണ്ടതാണ് അട്ടിപ്പൊളി ഒരു പള്ളി, സെൻറ്റ് മേരീസ് ചർച്ച് കല്ലുപാലം. യെസ്, അതുകൊണ്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. മൃദുല ഉറങ്ങിയിട്ടില്ല, എൻ്റെ കൂടെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നൈസായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. പക്ഷെ നല്ല റോഡായിരുന്നു, നല്ല കുത്ത് തേരിയായിരുന്നു, പെട്ടെന്നായിരുന്നു. അത് നമ്മൾ അവിടുന്ന് കാണിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു വട്ടം ചാർജ് ചെയ്തായിരുന്നു. അപ്പോൾ 400 സംതിങ് കിലോമീറ്റർ കാണിച്ചായിരുന്നു റേഞ്ച്. പക്ഷേ തേരി എന്ന് പറഞ്ഞാൽ ഒരു 10-40 കിലോമീറ്റർ അടുപ്പിച്ച് തേരി, അത് ഇങ്ങനെ നടക്കുന്ന തേരി. അപ്പോൾ 300-ന് ടക്കിനാണ് ഒരു 90 കിലോമീറ്റർ നമുക്ക് ഡൗൺ ആയത്. പക്ഷെ നമുക്ക് തിരിച്ച് ഇറങ്ങുമ്പോൾ ഇത് തിരിച്ച് കയറും. ഇത്രയും കയറിയില്ലെങ്കിൽ പാതിയിലും കയറും. അപ്പോൾ എന്തായാലും ആ പാതി 50% ഇനിയുണ്ട്. ഒരു 250 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. പക്ഷെ ഞാൻ അപ്പോൾ ആലോചിച്ചത് ഒരു റേഞ്ച് കുറഞ്ഞൊരു വണ്ടിയായിട്ട് EV ആയിട്ട് ഇങ്ങനത്തെ ഹൈ റേഞ്ച് വരുമ്പം സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല ടെൻഷൻ വരും കേട്ടോ. ഈ വണ്ടി ആയിട്ട് നമുക്ക് ടെൻഷൻ ഇല്ല. നല്ല തണുപ്പ്. അയ്യോ എൻ്റെ കുഞ്ഞേ, പാവക്കുട്ടിയുണ്ടോ? പാവക്കുട്ടി പിടിക്കുന്നുണ്ടോ? ഇത് ഭയങ്കര ഇഷ്ടമോ? ഉടനെ പാവക്കുട്ടി പിടിക്കുന്നുണ്ടോ? തന്ന ആണ്ടിക്ക് താങ്ക്സ് പറ. അയ്യോ കെട്ടി പിടിക്കുന്നത്. ഇതാണ് ഇപ്പൊ ജീവനാ പോയിന്റെ കുഞ്ഞൻ. നിങ്ങള് പേരിട് ഗൈസ്, നല്ലൊരു പേരിട്. അമ്പുവിന്റെ ഫേവറേറ്റ് പാവയാ, ഒരു പേരിടണേ. അടിപൊളി പള്ളി ഇല്ലേ മൃദുലേ? ഇങ്ങോട്ട് വരുന്ന തേരി എങ്ങനെ ഉണ്ടായിരുന്നു? അളവ് ഒരു ലൈറ്റ് ഇല്ല. ഈ ഏരിയയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബിലോ ഗൈസ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പ്, അടിപൊളി. Let's go. പോകാൻ നമുക്ക് അമ്പു. ഗൈസ്, നമ്മളിപ്പം മാൻകുട്ടി മേടെന്നും പറഞ്ഞൊരു സ്ഥലത്താട്ടോ ഉള്ളത്. പൊന്നു ഗൈസ്, അടിപൊളി ആട്ടോ. രാത്രി വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. നാളെ രാവിലെ ആവാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്. പറയുന്നു വെട്ടത്തിന്റെ അന്ന് കണ്ണും കാണാൻ വയ്യ. തൊപ്പിയൊക്കെ നീ ഇത് കണ്ടോ? KSRTC ബസ് കണ്ടോ? അതെന്തിനാ? അതാ റെസ്റ്റോറന്റ്. എനിക്കറിയാൻ വയ്യ. നാളെ രാവിലെ ആകുമ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കാണാറുണ്ട്. നിങ്ങൾ നാളത്തെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇതൊക്കെ റെസ്റ്റോറൻ്റ് ആണെന്നാ പറഞ്ഞത്. നാളെ ഈ കാട്ടിനിടയ്ക്ക് മലയുടെ മുകളിൽ എങ്ങനെ അവർ സെറ്റ് ചെയ്ത് എനിക്ക് പിടുത്തമല്ലേ. ഇത് ഭയങ്കര റിമോട്ട് ഏരിയ ആണ്. സെറ്റ് സ്ഥലം കഴിയും. നാളെ റേഞ്ചൊന്നുമില്ല. നോക്കി പാമ്പ് ഏണിയും പാമ്പും കളിക്കുന്ന സ്ഥലം. പൂള്. അയ്യോ, നാളെ രാവിലെ കേട്ടോ നല്ല വ്യൂ ഒക്കെ കാണത്തുള്ളൂ. പൂള രക്ഷയില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നാളെ കാണാം. നാളത്തെ വീഡിയോയിൽ പകൽ ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഉടുമ്പൻചോലയൊക്കെ ഇവിടെ അടുത്താണ്. സോ ലവ് യു ആൻഡ് ബൈ ഗൈസ്. സീ യു ടുമോറോ.